പിന്നെ സംശയങ്ങൾ കൂടിയ കാലമാണ്. അങ്ങനെയല്ലേ, ഒരിക്കലും ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്നോട് സംശയം ചോദിച്ചു. എന്താരോ, കട്ടവന്റെ കൈ മുറിക്കണമെന്നാണ് ഇസ്ലാമിലുള്ളത്. അങ്ങനെയാണ് ഈ വ്യഭിചരിച്ചവന്റെ ഗുഹ്യസ്ഥാനം മുറിക്കണമെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നാണ്. അങ്ങനെയല്ലേ പറയണ്ടേ? കട്ടവന്റെ കൈ മുറിക്കണം, അപ്പൊ വ്യഭിചരിച്ചവന്റെ ഗുഹ്യസ്ഥാനം മുറിക്കണമെന്നല്ല പറയണ്ടേ? എന്താ അങ്ങനെ ആവാതിരുന്നത്? ഇതന്നെ ഇത് അശാസ്ത്രീയ ജൽപ്പനാണെന്ന് പറയാൻ കാരണമെന്ന് പറഞ്ഞു. അള്ളാഹു തആല അപ്പൊ മറുപടി തന്നു. എന്താ ഞാൻ പറഞ്ഞറിയോ? കട്ടവന്റെ കൈ മുറിക്കണം എന്നതുപോലെയുള്ളതിനെ ഇസ്ലാമിൽ ഞാൻ ഉദാഹരണം പറഞ്ഞു. അത് കൊപ്ര ഉണക്കാട്ട സ്ഥലത്ത് കാക്കനെ കെട്ടി തൂക്കും പോലെയാ. കൊപ്ര ഉണക്കാട്ട സ്ഥലത്ത് ഒരു കാക്കനെ കൊന്നിട്ട് കെട്ടി തൂക്കാറില്ലേ? അത് നിങ്ങൾ സമ്മതിച്ചു തരുമല്ലോ ഇല്ലേ? ഞാൻ ചത്ത കാക്കനേറ്റക്ക് വരണോ? സാസക്ക് അയ്യോ കെട്ടി തൂക്കിക്കണോ? അല്ല, അങ്ങനെ കെട്ടി തൂക്കല്ലേ ഇവിടെ ഈ നാട്ടിലൊക്കെ ഉണ്ടാവില്ലേ? എന്താണത്? ഇനിയുള്ള കാക്കാരും കണ്ട് വരണ്ടാന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും ഇവിടെ വന്നാൽ ഗതി ഇതായിരിക്കുന്ന. ഇതാണ് കട്ടവന്റെ കൈ വെട്ടണം. അങ്ങനെയുള്ള എല്ലാത്തിന്റെ ഹിക്മത്ത് അതാണ്. അങ്ങനെ ആകുമ്പോ വ്യഭിചരിച്ചവന്റെ ഗുഹ്യസ്ഥാനം മുറിക്കണമെന്ന് പറഞ്ഞാൽ കട്ടവന്റെ കൈ വെട്ടിയാൽ ഇത് നാട്ടിലൂടെ നടക്കുന്ന സമയത്ത് കൈ വെട്ടിയത് എല്ലാവരും അറിയും. അപ്പൊ പിന്നെ കള്ളന്മാരൊന്നും കക്കാൻ പോകില്ല. ആളുകൾ ചോദിക്കും, നിന്റെ കൈ ഇന്നലെ ഉണ്ടായിരുന്നല്ലോ ഹോട്ടലിൽ വന്ന് ചാമ്പ് നാമത്ത് ഇന്ന് എവിടെയെന്ന് വെച്ചാൽ ഇവൻ പറയും, ഞാൻ കട്ടേന്റെ പേരിൽ കോടതി വെട്ടിയതാന്ന് പറഞ്ഞാൽ അന്ന് കക്ക ഉദ്ദേശിക്കുന്ന കള്ളന്മാരൊക്കെ അതിന് പിന്തിരിയും. നേരെ മറിച്ച് വ്യഭിചാരിയുടെ ഗുഹ്യസ്ഥാനം മുറിച്ചാൽ ആദ്യം കാണണമെങ്കിൽ തുണിയൊക്കെ ഒന്ന് അയച്ചിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കണ്ടേ, എന്നാലും അത് കാണുള്ളൂ. അല്ല, നോക്കാ നിങ്ങൾ. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞ ഇസ്ലാമിന് എന്ത് നിലവാര ബുദ്ധിയുള്ള ആൾക്കാരുടെ ഇടയിൽ. കാരണം ഇതാദ്യം ഒന്ന് കാണണ്ടേ, അതിനത് കട്ട് ചെയ്താൽ എന്ത് വേണം? ആദ്യം തുണി എടുത്തിട്ട് തലേ കെട്ടിട്ട് എന്നിട്ട് വേല പറഞ്ഞിട്ട് ഹൈവേയിൽ ഇങ്ങനെ ഓടണ്ടേ. അപ്പൊ ഒരു സ്ഥലത്ത് മടക്കൽ വെച്ച് ചവിട്ടിയാട് അവിടെ ചവിട്ടുമ്പോ അവിടെ പൊന്തുപോയി. ഇതൊക്കെ മനസ്സിലാക്കിയത് തമ്മത്ത് കലിമത്ത് റബ്ബിക സദഖൻ വദല അൽയൗമ അക്മൽതു ലക്കും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇതിൽ നിന്നാണ് ഇപ്പൊ ഈ ലെഫ്റ്റ് അടിച്ചു പോണത്. എന്നോട് ഒരു യുക്തിവാദി വിളിച്ചു ചോദിച്ചതാ, അർഷിന്റെ തല കെട്ടുന്ന 7 ആളുകളുടെ കൂട്ടത്തിൽ പെണ്ണുങ്ങളില്ലല്ലോ എന്ന്. എല്ലായിടത്തുണ്ട് പെണ്ണുങ്ങൾ. അതിന് കാണാൻ കണ്ണ് വേണം. കുരുടന്റെ കണ്ണായ എങ്ങനെ? സൂര്യ വെച്ചിട്ട് കാര്യമില്ല, കണ്ണോട്ടനാൻ പറ്റുമോ? സൂര്യനാണ് ഖുർആൻ, അതിലൊന്നും പ്രകാശമുണ്ട്. അത് വേണമെങ്കിൽ അക കൺതൂറന്നൊന്ന് നോക്കൊന്ന് മൂടാ, ഉൾസാരം വന്നാലുറങ്ങാമോ കേടാ. പകൽ കണ്ണടച്ചാലിരുളാമോ പോട്ട, പന്തം പീഡിച്ചാൽ ഫജ്റാമോ പൊട്ട. പൊട്ടാനി മുന്തുള്ളി പിഞ്ചോര കാട്ട, പിന്നീന്ന് കാട്ടം ചുമെന്നോര് കൊട്ട. പെട്ടൊന്ന് ചത്താൽ ചകമല്ലേ പോട്ട, പറഞ്ഞിന്നൂടൽക്ക് ബഹുമാനം പൊട്ട. ആലത്തിൻ പിള്ളെ അലങ്കാര പിള്ളെ, ആറഞ്ചും മുങ്ങി തെളിന്താത് പിള്ളെ. നാളില്ല പിള്ളെ മികവുള്ള പിള്ളെ, നാലാറിൽ നീരാടി ശുദ്ധം ചെയ് പിള്ളെ. ആലത്തിൻ പിള്ളെ ഈ ദുനിയാവിൽ വന്ന മോനെ. ആറഞ്ചും മുങ്ങി, 6 ഈമാൻ കാര്യം, 5 ഇസ്ലാം കാര്യം, അതിൽ മുങ്ങി തെളിഞ്ഞു വാ പിള്ളേ. നാളില്ല പിള്ളേ, ഇവിടെ കൂടുതൽ കാലമില്ല മോനെ. അതുകൊണ്ട് 4 നീരാടി. 4 24 ലാ ഇലാഹ ഇല്ലല്ലാഹ് 12 മുഹമ്മദ് റസൂലുള്ളാഹ് 12 രണ്ടും കൂട്ടിയാൽ 24 ഇതിലങ്ങ് മുങ്ങി കുളിച്ചു വാ പിള്ളേ. കാരണം ഈ മുദ്രാവാക്യം മുഴക്കിയാണ് ആറാരുമില്ലാത്ത 6 അടിയുടെ ആഴി 6 കാലുള്ള കട്ടിലിൽ കയറി 3 ഘട്ടം തുണിയിൽ പൊതിയപ്പെട്ട് മൂക്കിലൽപ്പം പഞ്ഞുമായി സ്വന്തക്കാരാൽ പോയി താഴ്ന്നു കിടക്കാനുള്ളത് ആരാരുമില്ലാത്ത ഇരുട്ടുകൊണ്ട് പെയിന്റിട്ട കബറാകുന്ന മണ്ണറയില. അപ്പോൾ വേണ്ടത് ഈ കലിമയാണ് പൊന്നേ. അതുകൊണ്ട് അതിൽ നീരാടി ശുദ്ധം ചെയ്യുവാ പിള്ളേ. എന്തെല്ലാം കളി കളിക്കാ. മൂസ അലൈഹിസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഒരു അരമണിക്കൂർ ഒരു കളി കളിച്ചപ്പോഴേക്ക് അന്നേ ദിവസം ഫിർഔന് 40 പ്രാവശ്യം വാറ്റിന്ന് പോയി. ഫിർഔന് അന റബ്ബുക്കുമുൽ ആല എന്ന് പറഞ്ഞ ഫിർഔന് മൂസ അലൈഹിസ്സലാം ഒരു വടി കണ്ടിട്ടുള്ളൂ. ഫിർഔനാണ്ട് പേടിച്ച് നേരെ ഓടിയത് ടോയ്ലറ്റിന് ഉള്ളിൽ. ഈ സംഭവം ഉദ്ധരിച്ച് കിതാബ് പറയുന്നു, ഈ ഹംകിന് 40 ദിവസമായിട്ട് വയറ് സ്തംഭനായിരുന്നു, പോയിട്ടുണ്ടായിരുന്നില്ല എന്ന്. അത് മൊത്തം 24 മണിക്കൂർ കൊണ്ട് ഒറ്റ പോക്കണ്ട് പോയി. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വെയിറ്റാണത്. എന്തുകൊണ്ട്? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. പരിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമാണല്ലോ, കലിമയുടെ വിശദീകരണമാണല്ലോ ഖുർആന്. ആ ഖുർആനിന്റെ സന്ദേശത്തിന്റെ ഒരല്പമെങ്കിലും ഒരു പർവ്വതത്തിന്റെ പാറക്കെട്ടിന്റെ നെറുകയിലേക്കാണ് നാം അവതരിപ്പിച്ചിരുന്നതെങ്കിൽ ആ പർവ്വതത്തിന്റെ പാറക്കെട്ടിൽ, ആ കുന്ന്
കുന്നുമാമലയുടെ നെറുകയിലുള്ള കട്ടിയുള്ള കഠിനമായ പാറക്കെട്ടില്ലേ, കഠോര കരിമ്പാറക്കെട്ടില്ലേ, അടിഞ്ഞമർന്ന് തകർന്ന് തരിപ്പണമാകുമായിരുന്നു. ഇതേ ഖുർആനിന്റെ 6000 ചില്ലാനം ആയത്തുകൾ ഇറങ്ങിയത് പാറയിലേക്കല്ല, എവറസ്റ്റിലേക്കല്ല, മറിച്ച് മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വത്തഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ നജമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈർ. അപ്പൊ അവിടുത്തെ നെഞ്ചിന്റെ ഉറപ്പ് എത്രയാണ്? ആ ഉറപ്പിലേക്കല്ലേ പടച്ചവൻ സൂചിപ്പിച്ചത്, അലം നശ്റഹ് ലക സദറക വവദഅനാ അൻക വിസ്റക. ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. അതുകൊണ്ട് ഈ കലിമ ഇറങ്ങേണ്ടത് കൽബിലേക്കാണ്. കൽബ് കണ്ട് കലിമ ഇറങ്ങി കിട്ടിയാൽ പിന്നെയുള്ള സമാധാനം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ കഷ്ടപ്പാട് എന്താ നിങ്ങള്? ഞാൻ ഇന്ന് രാവിലെ എൻ്റെ മുമ്പിൽ കുറെ വിദ്യാർത്ഥികളടക്കമുള്ള ആളുകളെ കിട്ടിയപ്പോൾ ക്ലാസ്സിൽ ഞാൻ അവരോട് ചോദിച്ചു, ഈ ലോകത്തെ ഏറ്റവും വലിയ കഷ്ടപ്പാട് എന്താന്ന് ചോദിച്ചു. അപ്പൊ ചില ആളുകളുടെ മുഖഭാവത്തിൽ നിന്ന് ഞാൻ വായിച്ചെടുത്തു, ഈ ലോകത്തെ ഏറ്റവും വലിയ കഷ്ടപ്പാട് ദാരിദ്ര്യമാണ്. ഞാൻ പറഞ്ഞു അല്ല. ഈ ലോകത്തെ ഏറ്റവും വലിയ കഷ്ടപ്പാട് ക്യാൻസർ ആണ്. ഞാൻ പറഞ്ഞു അല്ല. ഈ ലോകത്തെ ഏറ്റവും വലിയ കഷ്ടപ്പാട് അറ്റാക്കാണ്. ഞാൻ പറഞ്ഞു അല്ല. ഈ ലോകത്തെ ഏറ്റവും വലിയ കഷ്ടപ്പാട് കിഡ്നി വീക്കാണ്. ഞാൻ പറഞ്ഞു അല്ല. ഈ ലോകത്തെ ഏറ്റവും വലിയ കഷ്ടപ്പാട് ആക്സിഡന്റ് ആണ്. ഞാൻ പറഞ്ഞു അല്ല. ഈ ലോകത്തെ ഏറ്റവും വലിയ കഷ്ടപ്പാട് ഞാൻ ഒറ്റപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നല. അതില്ലെങ്കിൽ ആത്മഹത്യ ഉണ്ടാവില്ല. ഏത് ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആളും മനസ്സമാധാനത്തോടെ കൂർക്കം വലിച്ചുറങ്ങും. പക്ഷേ ദാരിദ്ര്യം അവന് പരിക്കേൽപ്പിക്കുകയില്ല. ദാരിദ്ര്യത്തിൽ പെട്ടവന് തോന്നണം ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന്. എന്നാൽ കയറെടുത്തുകൊണ്ട് തെങ്ങിന്റെ പട്ട നോക്കി നടക്കും, അല്ലെങ്കിൽ ഓടി വരുന്ന ട്രെയിനിന് തലകൊണ്ട് സല്യൂട്ട് കൊടുക്കും. അവന് ഉള്ളിൽ തോന്നണം ഞാൻ ഒറ്റപ്പെട്ടിട്ടുണ്ട് എന്ന്. ഈടെ അടുത്തൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തില്ലേ? പണത്തിന്റെ കമ്മിയാണോ? കച്ചവടത്തിന്റെ കുറവാണോ? ഭർത്താവില്ലാത്തവളാണോ? 4 ലക്ഷം ആരാധകന്മാരല്ലേ? ഇപ്പം പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ അവസ്ഥ എനിക്കറിയില്ല. ആ കുട്ടിക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. ഞാൻ ആക്ഷേപിച്ചതല്ല. എന്തേ കുഴപ്പം? ഞാൻ ഒറ്റപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നലാണ്. ലോകത്ത് നടക്കുന്ന എല്ലാ മാരകമായ വിപത്തുകളുടെയും ഭീകരമായ മുസീബത്തുകളുടെയും പിറകിൽ പേപ്പറിൽ കാണുന്ന റിപ്പോർട്ട് മാത്രം വായിച്ചാൽ പോരാ, അതിനൊരു ചരടുണ്ടാകും. അത് ഈ ചെയ്ത ആളുടെ മനസ്സിൽ ഞാൻ ഒറ്റപ്പെട്ടല്ലോ എന്ന തോന്നലിൽ നിന്നാണ്. അത് തൊടുപുഴ മുമ്പ് സ്വന്തം മകനെയും മരുമകളെയും 3 കുട്ടികളെയും റൂം അടച്ച് പൂട്ടി പെട്രോൾ ഒഴിച്ച് കൊന്നുകളഞ്ഞ 79കാരൻ മുതൽ മെനിഞ്ഞാന്ന് ഗുഡ് ഓട്ടോറിക്ഷയിൽ പൂട്ടിയിട്ടുകൊണ്ട് എണ്ണ ഒഴിച്ചുകൊണ്ട് കത്തിച്ച് കളഞ്ഞ് കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്ത ആ ചെറുപ്പക്കാരന്റെ ഉള്ളിൽ വരെ ഞാൻ ഒറ്റപ്പെട്ടല്ലോ എന്ന് തോന്നലാണ്. അതിൽ നിന്നാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. പക്ഷേ ഈമാൻ ഉള്ളിലേക്ക് വേരൂന്നിയാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ആദം അലൈഹിസ്സലാം ചോദിച്ച ഈമാൻ ഈ ഈമാനാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ യുബാശിറു ഖൽബി വയഖീനൻ സാദിഖൻ ഹത്താ അഅലമ അന്നഹു ലൻ യുസീബനി ഇല്ലാ മാ കതബ്തലി. സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ ക്യാൻസറിന്റെ കരാള ഹസ്തങ്ങളിൽ കിടന്ന് പടയുന്ന സമയത്ത് തങ്ങളെ കാണാൻ വേണ്ടി പോയ തിരൂരുള്ള ജയകൃഷ്ണൻ ഡോക്ടറിനോട് പറയുണ്ടായി, അത്ഭുതമാണ് റഹ്മാനി, കഠോരമായ വേദനയ്ക്ക് പാത്രീഭവിച്ചിരിക്കുമ്പോഴും തങ്ങളോട് വിശേഷം ചോദിച്ചപ്പോൾ നിറപുഞ്ചിരിയോട് സമാധാനമാണ് ഡോക്ടറെ, നിങ്ങളുടെ അവസ്ഥ എന്താണെന്നാണ് തിരിച്ചു ചോദിച്ചത്. അത്ഭുതമാണ് റഹ്മാനി എന്നോട് 4 മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് തിരൂരുള്ള എന്റെ പ്രിയങ്കരനായ സുഹൃത്ത് ജയകൃഷ്ണൻ ഡോക്ടറാണ്. കാരണം വയഖീനൻ സ്വാദിഖൻ ഹത്താ അഅലമ അന്നഹു ലാ യുസീബനി ഇല്ലാ മാ കതബ്തലി. അത് അവരുടെ ജ്യേഷ്ഠനും അങ്ങനെ ആയിരുന്നില്ലേ? പ്രിയപ്പെട്ട ഭാര്യ അമേരിക്കയിൽ പോയി സർജറിയും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പണക്കാട്ട പള്ളിയുടെ സൈഡിൽ ആരാരുമില്ലാതെ കബറിൽ കിടക്കുന്നത് തങ്ങൾ പറഞ്ഞത് വീട്ടിൽ കയറിയപ്പോഴല്ലേ?
ഈ ഭാര്യയെ കാണാനുള്ള മോഹമല്ലേ സർജറി കഴിഞ്ഞപ്പോൾ അത് വിജയിച്ചോ എന്ന പരിശോധനാർത്ഥം മുമ്പിൽ പേപ്പർ വെച്ചുകൊണ്ട് പേനായും കൊടുത്തുകൊണ്ട് തിരിച്ചു നാട്ടിൽ പോയാൽ, തങ്ങളെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള ആളുടെ പേരൊന്ന് എഴുതുമോ എന്ന് ചോദിച്ചപ്പോൾ പ്രിയപ്പെട്ട ഭാര്യയുടെ പേരല്ലേ ആ മഹാനായ തങ്ങൾ പാപ്പ പേന കൊണ്ട് കൊത്തിവെച്ചത്. കണ്ട ഡോക്ടർ അങ്ങ് കരഞ്ഞില്ലേ? മുനവറിൽ ശിഹാബ് തങ്ങൾ പൊട്ടി പൊട്ടി കരഞ്ഞില്ലേ? കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് പേപ്പറിൽ കൊത്തിവെച്ച പേരിന്റെ ഉടമയായ പ്രിയപ്പെട്ട ഉമ്മ കബറിലാണ്, വാപ്പ അറിഞ്ഞില്ല. അതേ തങ്ങൾ പാപ്പ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ തന്റെ പ്രിയപ്പെട്ട സഹധർമ്മണി പള്ളിക്കാട്ടിൽ കിടക്കുകയാണെന്ന് പ്രിയപ്പെട്ട അനുജ സഹോദരൻ ഉമർ അലി ശിഹാബ് തങ്ങളുടെ നാക്ക് വഴി കേട്ടറിഞ്ഞപ്പോൾ ബോധം കിട്ടില്ല, സർജറി ബാത്തിലായില്ല, ചുടുവെള്ളം ചോദിച്ചില്ല, നെഞ്ചത്തടിച്ചില്ല, കസേരയിൽ നിന്ന് വീണില്ല, പൊട്ടിക്കരഞ്ഞില്ല, അട്ടഹസിച്ചു ഒച്ചപ്പാടുണ്ടാക്കിയില്ല, മോഹാലസ്യപ്പെട്ടില്ല. അവിടെ ഇരുന്നു കൊണ്ട് ഫാത്തിഹ ഓതി പ്രിയപ്പെട്ട സാധർമണിക്ക് വേണ്ടി പാതിരാവിൽ പ്രാർത്ഥിച്ചില്ലേ? നിയന്ത്രണമില്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വീട്ടുകാരെ സമാധാനിപ്പിച്ചില്ലേ? കാരണം കുല്ല യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. കൊല്ലം തേച്ചിട്ട് കാര്യമില്ല. 12 കൊല്ലം പഠിച്ചു എന്നിട്ട് എന്താ കാര്യമുള്ളത്? ഒരാൾ പറയാ 12 കൊല്ലം പഠിച്ചിട്ട് ചില സംശയങ്ങളേറ്റ് നടക്കുക. സുബ്ഹാനല്ലാഹ്, 12 കൊല്ലം പഠിച്ച ഒരാൾ പുറത്തു പോയത് 80,000 കൊല്ലം മലക്കക്ക് ദർസെടുത്ത് ഇബ്ലീസ് പുറത്തുപോയത് കേട്ട് പഠിച്ച നമുക്ക് ഇത്ര അത്ഭുത. എന്തെങ്ങളീ പറയണേ? 80,000 കൊല്ലാണ് ഇബ്ലീസ് ജിബ്രീൽ അലൈഹി സ്വലാമിനെ ദർസെടുത്തത്. മൂപ്പര് പുറത്തു പോയിക്കണം. എന്നിട്ട് 12 കൊല്ലം പഠിച്ച ഒരു കുട്ടി പുറത്തുപോയത് നമുക്ക് അത്ഭുതം. ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ ഈ ഓലപ്പാൻ വിട്ടിട്ടാണ് നമ്മൾ നേർക്ക് കാണുന്നത്. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ കേട്ട് പഠിച്ചിട്ടല്ലേ നമ്മൾ വരുന്നത്. ആ കുട്ടിയുടെ ആദ്യകാല പ്രസംഗം ഒന്നെടുത്ത് പരിശോധിച്ചു നോക്കൂ. ആ കുട്ടി പ്രസംഗത്തിന്റെ ആമുഖത്തിൽ പറയാറുണ്ട്, അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ച ദിക്ർ പറയാറുണ്ട്, ഫമൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ 12 കൊല്ലം പഠിച്ചിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് അതാ ലെഫ്റ്റ് അടിച്ചുകൊണ്ട് പോയി എന്ന് കേട്ടപ്പോൾ ഞാൻ ആദ്യമായി ചിന്തിച്ചത് ആ ചെറുപ്പക്കാരന്റെ കാര്യമല്ല. ഞാനന്ന് വൈകുന്നേരം വരെ പലതവണ ആവർത്തിച്ചുകൊണ്ട് മനസ്സറിഞ്ഞ് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക വയാ മുസർരിഫൽ ഖുലൂബ് എന്നാണ് എനിക്കതിന് തെളിവ്. ഇബ്ലീസിനെ പടച്ചവനവന്റെ റഹ്മത്തിൽ നിന്ന് പുറത്താക്കിയ സമയത്ത് അള്ളാന്റെ സൃഷ്ടികളിൽ ആദ്യമായി പൊട്ടി പൊട്ടി കരഞ്ഞത് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീല. ഇത് ഇമാം ഗസാലി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവിടുത്തെ ഹിയായിലുണ്ട്. എന്താണ് ജിബ്രീൽ അലൈഹിസ്സലാം പൊട്ടി പൊട്ടി കരയാനുള്ള കാരണം? ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, എന്റെ ഉസ്താദിന്റെ അവസ്ഥ ഇതാണെങ്കിൽ നാളെ എന്റെ അവസ്ഥ എന്താണ് റബ്ബേ എന്ന് പേടിച്ചുകൊണ്ട് ജിബ്രീൽ അങ്ങ് വിതുമ്പുകയാണ്. ആ കുട്ടിക്ക് അല്ലാഹു തആല സന്മനസ്സ് പ്രദാനം ചെയ്യട്ടെ. ആ കുട്ടിക്ക് അല്ലാഹു തആല ഹിദായത്ത് തിരിച്ചു കൊടുക്കട്ടെ. സംശയങ്ങളൊക്കെ അല്ലാഹു തആല തീർത്തു കൊടുക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ചിന്തിക്കണേ, നമ്മൾ ഞെട്ടേണ്ടതാണ്. ചെകിട്ടിൽ കൈയിട്ടുകൊണ്ട് മട്ടമുള്ള കെട്ടും കെട്ടി കോട്ടും ധരിച്ചുകൊണ്ട് മജ്ലിസുൻ നൂറിന്റെ വേദിയിൽ വാള് പറഞ്ഞവൻ ഇന്ന് മുത്ത് റസൂലുള്ളാഹിനെ പരിഹസിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയെങ്കിൽ മറുപടി കൊടുക്കാനുള്ള തിരക്കല്ല വേണ്ടത്. ദുആ ചെയ്തോളൂ. റബ്ബനാ ലാ തുസീ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്. ഈ പ്രാർത്ഥന ഉരുവിടുന്ന സമയത്ത് സിദ്ദീഖുൽ അക്ബറിന്റെ ഹൃദയം കിടുങ്ങുമായിരുന്നു, ശരീരം കുലുങ്ങുമായിരുന്നു, കണ്ണ് നിറയുമായിരുന്നു. കാരണം കാര്യങ്ങളുടെ എല്ലാം കടിഞ്ഞാണുള്ളത് റബ്ബിന്റെ കസ്റ്റഡിയിലാണ്. അവനാണ് മാലിക്കുൽ മുലൂക്ക്. അവന് റാസിഖ, നമ്മൾ മർസൂഖാണ്. അവന് ഹാഫിള, നമ്മൾ മഹ്ഫൂദാണ്. അവൻ ഖാലിഖാണ്, നമ്മൾ മഖ്ലൂഖാണ്. അവൻ നാസിറാണ്, നമ്മൾ മൻസൂറാണ്. നമുക്കൊന്നുമില്ല, നമ്മൾ ആലാത്തുകളാണ്.
അവനാണ് നമ്മെ സൃഷ്ടിച്ചത്. അവനാണ് നമ്മുടെ മൂക്ക് കീപ്പട്ടാക്കിയത്. സാധാരണ നമ്മൾ വെല്ലുവിളിക്കാറുണ്ടല്ലോ, മൂക്ക് കീപ്പട്ടുള്ള ആളെങ്ങനെ വന്ന് അല്ലെ പറയാറില്ലേ? മൂക്ക് മേപ്പെട്ടുള്ള ഏതെങ്കിലും ഒരാളെങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെന്താ ഈ വെല്ലുവിളിന്റെ അർത്ഥം? അതിന് ഏതെങ്കിലും ഒരാൾ മൂക്ക് മേപ്പെട്ടായിട്ട് വേണ്ട ഇല്ലല്ലോ. ഞാൻ നാളെ ഒരു പയ്യനോട് വെച്ചു, എടാ അള്ളാന്റെ ഒരു സൃഷ്ടിപ്പിന്റെ അത്ഭുതം ഈ കണ്ടില്ലേ, മൂക്ക് കീപ്പട്ടല്ലേ, മേപ്പെട്ടാക്കി എന്തായിരിക്കും അവസ്ഥ എന്ന് വെച്ചപ്പോ എന്നോട് പറഞ്ഞു, മേപ്പെട്ടായാലേ കാണാൻ രസം ഉണ്ടാവില്ലല്ലേ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, എടാ ഹംക്ക് കാണാൻ രസമല്ല, മഴ ഇതെന്താ ചെയ്യാ, കാണാൻ രസം അവിടെ കട്ടെ. ഓന് കാണാൻ രസമില്ല എന്ന് പറഞ്ഞു. മഴ ചെയ്യുന്ന ഒരാൾ കുട എടുത്തിട്ടില്ലെങ്കിൽ ഓൾസൊക്കെ വെള്ളമായിട്ട് ആകെ തരിപ്പ് കയറിയിട്ട് ഔട്ടാവൂലേ എന്ന് പറഞ്ഞു. അപ്പോഴാ ഓന അമ്മക്ക് എന്തിക്കുന്നത്, മറ്റേ കാണാൻ രസമോ നോക്കണുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഒരു മൂക്ക് മേപ്പെട്ടായ വർഷക്കാലത്ത് കഴിഞ്ഞില്ലേ നമ്മളെ കഥ. അല്ലല്ലേ കീപ്പട്ടാക്കിയത്. ഇപ്പൊ അഷ്കർ അലി പറയാം ഇതിന്റെ ബാക്കിൽ ഒരാളില്ല എന്ന്. നോക്കാൻ നിങ്ങൾ ഹിദായത്ത് പോയ പിന്നെ കാട് കയറുന്ന അവസ്ഥ. എന്റെ മൂക്കിലൂടെ ഒഴുകുന്ന വെള്ളം നിങ്ങളിൽ 800 കോടി ആളുകൾ ഇന്ന് ഭൂമിയിലുണ്ട്. ഈ 800 കോടി ആളുകൾക്കുമില്ല. എന്റെ കണ്ണിലൂടെ ഒഴുകുന്ന കണ്ണുനീര് ഇന്ന് ലോകത്ത് 800 കോടി ആളുകളുണ്ട്. ഈ 800 കോടി ആളുകൾക്കുമില്ല. എന്റെ തലയിലുള്ള മുടി ഇന്ന് ലോകത്ത് 800 കോടി ആളുകളുണ്ട്. ഈ 800 കോടി ആളുകൾക്കുമില്ല. എന്റെ കൈയിന്റെ തലപ്പുള്ള 10 വിരലുകൾ ഇന്ന് ലോകത്ത് 800 കോടി ആളുകളുണ്ട്. ഈ 800 കോടി ആളുകൾക്കും ഇല്ല, വരാൻ പറ്റില്ല, ഇതിന്റെ പിറകിൽ ആളില്ല എന്ന് പറയുന്നവൻ ഭ്രാന്താലയത്തിൽ അന്തേവാസിയല്ലേ? അവനല്ലേ ഭ്രാന്താലയത്തിൽ അന്തേവാസി? അവനല്ലേ നെല്ലിക്കാ വെള്ളം തൊള്ളയിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്? അവനല്ലേ കൈപ്പങ്ങാ വെള്ളം കുടിപ്പിക്കേണ്ടത്? ഇതിന്റെ പിറകിൽ ഒരാളില്ല എന്നോ? സുബ്ഹാനല്ലാഹ്, ചിന്തിക്കണേ. ഇത് പഠിപ്പിക്കുന്ന കേന്ദ്രമാണ്, റബ്ബിനെ പഠിപ്പിക്കുന്ന കേന്ദ്രമാണ് മദ്രസ. റബ്ബിനെ പഠിപ്പിക്കുന്ന കേന്ദ്രമാണ് മദ്രസ. ഉമ്മായെ പഠിപ്പിക്കുന്ന കേന്ദ്രമാണ് മദ്രസ. വാപ്പായെ പഠിപ്പിക്കുന്ന കേന്ദ്രമാണ് മദ്രസ.